ഈ വയലാർ സാറിന്റെ ഒരു ജീനിയസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അൺബിലീവബിൾ ആണ്. അതിന്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ് ഈ പാട്ടെന്ന് പറയുന്നത്. ഇപ്പൊ സംഗമം സംഗമം എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ ഇതിൽ ത്രിവേണി സംഗമം എന്ന് പറയുന്നുണ്ട്, 3 പേര് ഒന്നിക്കുന്നത് പറയുന്നുണ്ട്. പക്ഷെ നായകനും നായികയും മാത്രമേ ഉള്ളൂ. അപ്പൊ ഏതാണ് ഈ ത്രിവേണി, ഏതാണ് ഈ 3 പേര്? അറിയില്ല. ത്രിവേണി സംഗമം എന്ന് പറയുന്നത് ഗംഗ യമുന സരസ്വതിയാണ്. ഗംഗയും യമുനയും നമുക്ക് കാണാൻ പറ്റും. സരസ്വതി അത് അണ്ടർഗ്രൗണ്ടിൽ ഒഴുകുന്നു എന്നാണ് ഇമാജിനേഷൻ ശരിക്കും. അപ്പോ 2 നമുക്ക് കാണാൻ പറ്റുന്നത്, 1 കാണാൻ പറ്റാത്തത്, അതാണ് ത്രിവേണി. അപ്പൊ അതാണ് നീയും ഞാനും, നമുക്ക് 2 കാണാൻ പറ്റും. നമ്മുടെ പ്രേമം ഉള്ളിലുള്ളതാണ്, അതാണ് ത്രിവേണി സംഗമം. അതുപോലെ നീയും ഞാനും നമ്മുടെ ദാഹവും, നീയും ഞാനും നമുക്ക് കാണാൻ പറ്റും, പക്ഷെ ദാഹം എന്നുള്ളത് ഉള്ളിലുള്ളതാണ്. അപ്പൊ അത് ഗംഗ യമുന സരസ്വതി പോലെയാണെന്ന് വെച്ചിട്ടാണ് ഈ ത്രിവേണി എന്നുള്ള സിനിമയ്ക്ക് വേണ്ടിയിട്ട് അത്തരത്തിൽ സംഗമം എന്നുള്ള പാട്ട് വയലാർ സാർ എഴുതിയിരിക്കുന്നത്. ആ ഗ്രേറ്റ്നെസ്സിനെയാണ് നമുക്ക് നമസ്കരിക്കുന്നത്.